ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് ലോകത്തെമ്പാടുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് സുസ്വാഗതം. കഴിഞ്ഞ 2 ധ്യാനങ്ങളിൽ നമ്മൾ പത്രോസ്ലിഹായാണ് പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. എങ്ങനെയാണ് കർത്താവ് പത്രോസിനെ വിളിച്ചതെന്നും ആ വിളിയിൽ പത്രോസ് മുൻപോട്ട് പോകുന്നതും കർത്താവിനെ പിൻചെന്നുകൊണ്ട് വെള്ളത്തിന് മുകളിലൂടെ നടക്കാനുള്ള പത്രോസിൻ്റെ പരിശ്രമം എങ്ങനെയാണ് അവസാനിച്ചതെന്നും കഴിഞ്ഞ 2 ധ്യാനങ്ങളിലൂടെ നമ്മൾ കണ്ടു. 3-ാമത്തെ ധ്യാനത്തിൽ നമ്മൾ കർത്താവിനെ പത്രോസ് തള്ളിപ്പറയുന്ന, ഞാൻ അവനെ അറിയുക പോലുമില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനെക്കുറിച്ചാണ് ധ്യാനിക്കുക. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറഞ്ഞ അതേ പത്രോസ് കർത്താവിനാൽ പ്രത്യേകമായിട്ട് ഒരു ഓർമ്മയിലേക്ക് നയിക്കപ്പെടുന്നുണ്ട്. നീ അല്പം കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണുപോകുമെന്നുള്ള, നീ എന്നെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട് എന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾക്ക് പത്രോസ് ചെവി കൊടുക്കാതെ പത്രോസ് പിന്നെയും മുമ്പോട്ട് പോകുന്നു. അവൻ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവനായിട്ട് മാറുന്നു. നമ്മളെല്ലാവരും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്, ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. പത്രോസ് നടന്നുപോയ അതേ ശിഷ്യവഴികളിലൂടെയാണ് നമ്മളും സഞ്ചരിക്കുക. ഒരുപക്ഷെ പത്രോസിനെ അല്പം കൂടി ഗൗരവമായ വിധത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ വഴികളിൽ പത്രോസിന് പറ്റിയ അമളികളും കുറവുകളും സംഭവിക്കാതിരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് ഈ ധ്യാന ചിന്തകൾ നമ്മൾ അല്പം കൂടി നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കുക. പത്രോസിൽ നമ്മളെ കാണാനും നമ്മിൽ പത്രോസിനെ കാണാനും അത് സഹായിക്കും. അത് നമ്മുടെ ക്രിസ്തുവിൻ്റെ വഴികളെ അനുഗമിക്കാനുള്ള പരിശ്രമങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നാണ് ഞാൻ കരുതുക. കൃത്യമായിട്ട് കേസറിയ ഫിലിപ്പിയ പ്രദേശത്ത് വെച്ചുള്ള കർത്താവിൻ്റെ ചോദ്യത്തിന് പത്രോസ് നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. മറ്റു പലരും പല ഉത്തരങ്ങളും നൽകുന്നുണ്ട്. നീ ഏലിയായാണ്, സ്നാപകനാണ് എന്നെല്ലാം പറയുമ്പോൾ അവസാനമായിട്ട് പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശക്തമായ വിധത്തിൽ പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തു അവനോട് പറയുന്നുണ്ട്, നിൻ്റെ ശരീരത്തിലുള്ള മാംസമോ രക്തമോ അല്ല, നിൻ്റെ അറിവോ കഴിവോ അല്ല, ഇതുവരെ നിനക്കുണ്ടായ എന്തെങ്കിലും നന്മകളല്ല ഈ കാര്യം പറയാനായിട്ട് നിന്നെ സഹായിച്ചത്, മറിച്ച് നിന്നെ ഇത് പറയാനായിട്ട് സഹായിച്ചത് ദൈവമാണ്, പിതാവായ ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന് കൃത്യമായിട്ട് വചനങ്ങളിലൂടെ കർത്താവ് അവനോട് പറയുന്നുണ്ട്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് കൃത്യമായ വിധത്തിൽ സാക്ഷ്യപ്പെടുത്താൻ ഉതകുന്ന വിധത്തിൽ വളരെ ശക്തിയോടുകൂടി കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശിഷ്യനെയാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇതുവരെ ആരും പറയാൻ ധൈര്യപ്പെടാത്ത, ആർക്കും പറയാൻ സാധിക്കാതിരുന്ന വലിയൊരു ദൈവശാസ്ത്ര സത്യമാണ് പത്രോസ് പറയുന്നത്. പത്രോസ് എത്രമാത്രം അത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് എന്നുള്ളതിൽ നമുക്ക് സംശയം ഉണ്ടാകുമെങ്കിലും അവനത് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പത്രോസിന് മുമ്പിലേക്ക് കർത്താവ് വരുന്നു. പത്രോസിൻ്റെ ആ വെളിപ്പെടുത്തലിൽ, ആ ഏറ്റുപറച്ചിലിൽ കർത്താവ് സംപ്രീതനാവുകയാണ്. അവനോട് ഒത്തിരി വാഗ്ദാനങ്ങൾ കർത്താവ് നൽകുകയാണ്. കർത്താവ് പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് നൽകും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്നൊക്കെ. നമ്മൾ ഇവിടെ കാണുന്നത് ഈശോയുമായിട്ട് അത്രമാത്രം അടുത്ത ബന്ധത്തിലൂടെ കടന്നു പോകുന്നൊരു പത്രോസിനെയാണ്. മറ്റുള്ളവരെക്കാൾ ഒരുപടി കൂടുതലായി ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കുന്ന പത്രോസിനെയാണ്. പത്രോസ് മറ്റുള്ളവർക്ക് കാണാത്തത് പോലും ക്രിസ്തുവിൽ കാണുന്ന ഒരുപടി കൂടി ഉയർന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ശിഷ്യനായിട്ട് മാറുകയാണ്. ശിഷ്യരിൽ പ്രധാനി എന്ന സ്ഥാനത്തിന് ഏറ്റവും യോഗ്യമായ വിധത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനായിട്ട് പത്രോസ് മാറുന്നു. ഇനിയാണ് സംഭവങ്ങളുടെ ട്വിസ്റ്റ് ആരംഭിക്കുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് നമ്മൾ 14-ാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ട് ഈശോ പത്രോസിന് ഒരു വാണിംഗ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈശോ പത്രോസിനോട് പറയുകയാണ്,
നീ എന്നെ നിഷേധിക്കും. അതിനുള്ള സാധ്യതകളുണ്ട് എന്ന് മുൻകൂട്ടി പറയുകയാണ്. നീ പോകുന്ന വഴികളിൽ അല്പം കൂടി ശ്രദ്ധ വേണമെന്നാണ് അതിനർത്ഥം. പക്ഷേ പത്രോസിൻ്റെ എളിമ നിറഞ്ഞ ഹൃദയം അത് സ്വീകരിക്കുമെന്നാണ് ക്രിസ്തു കരുതിയതെങ്കിൽ, എളിമയില്ലാതിരുന്ന പത്രോസിൻ്റെ ചിന്തയിൽ മറ്റു പലതുമാണ് കടന്നു വരുന്നത്. 2 പ്രാവശ്യം ഈശോ അവനോട് പറയുന്നുണ്ട്, നീ ഇടറുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പത്രോസ് കർത്താവിന് തിരുമുഖത്ത് നോക്കി പറയുകയാണ്, ആരെല്ലാം നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറുകയില്ല. മറ്റുള്ളവരെക്കാളും ഞാൻ അല്പം കൂടി മെച്ചപ്പെട്ടവനാണ് എന്ന് പത്രോസിന് തോന്നുകയാണ്. ഞാൻ മറ്റുള്ളവരെക്കാളും നീതിമാനാണ്, ഞാൻ മറ്റുള്ളവരെക്കാളും കഴിവുള്ളവനാണ്, എനിക്ക് തെറ്റുപറ്റാൻ സാധ്യതയില്ല, എനിക്ക് എല്ലാവിധ അറിവുകളുമുണ്ട്, സത്യത്തിൻ്റെ എല്ലാ അറിവുകളും എൻ്റെ കൈക്കുള്ളിലാണ് എന്നുള്ള തെറ്റായ ഒരു മനോനിലയിലേക്ക് പത്രോസ് വീണുവെന്നാണ് തിരിച്ചറിയേണ്ടത്. അല്ല എങ്കിൽ എളിമപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് അല്പം കൂടി ശാന്തമായി പ്രാർത്ഥിച്ചു മുന്നേറിയിരുന്നെങ്കിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയാതിരിക്കാൻ ആവശ്യമായ കൃപകൾ പത്രോസിന് ലഭിക്കുമായിരുന്നു. പത്രോസ് പറയുകയാണ്, ആരെല്ലാം ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറുകയില്ല. അപ്പോൾ കൃത്യമായിട്ട് കർത്താവ് പത്രോസിനോട് പറയുന്നു, ഇന്ന് രാത്രിയിൽ നീ കോഴി കൂവുന്നതിന് മുമ്പ് എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും പത്രോസ് എളിമപ്പെടാനോ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ ഈ വാണിംഗ് സ്വീകരിക്കാനോ തയ്യാറാകുന്നില്ല. പത്രോസ് പിന്നെയും കൂടുതൽ ഉറപ്പിൽ പറയുകയാണ്, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. ഈ 2 സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പത്രോസ് ഗുരുവിനെ തള്ളിപ്പറഞ്ഞ ഭാഗം നമ്മൾ ധ്യാനിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുന്ന പത്രോസ്. ഇപ്പോൾ പത്രോസിന് കൃത്യമായ വാണിംഗ് ലഭിച്ചിട്ടും അത് സ്വീകരിക്കാതെ, ആരെല്ലാം നിന്നിൽ ഇടറിയാലും ഇടറുകയില്ല എന്ന് പറയുന്ന പത്രോസ്, ആരെല്ലാം ഉപേക്ഷിച്ചാലും മരിക്കേണ്ടി വന്നാലും നിന്നെ നിഷേധിക്കുകയില്ല എന്ന് പറയുന്ന പത്രോസ്. ഈ ചിന്തകൾ മനസ്സിൽ നിർത്തിയിട്ട് വേണം ഇനി പത്രോസിന് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാനായിട്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിലെ അവസാനത്തെ ഭാഗത്താണ് നമ്മൾ പത്രോസ് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതായിട്ട് കാണുക. പത്രോസ് ദൂരെയായിട്ട് ഈശോയെ അനുഗമിച്ചു. അവസാനം കർത്താവ് ബന്ധിക്കപ്പെട്ട് ഇനി കടുത്ത മർദ്ദനമെല്ലാം സഹിച്ച് തീരെ വയ്യാതായിരിക്കുന്ന അവസ്ഥയിൽ പത്രോസ് ഒത്തിരി ദൂരെയല്ലാതെ ക്രിസ്തുവിൻ്റെ കൂടെയുണ്ട്. തിരുവചനം ആരംഭിക്കുന്നത് 66-ാമത്തെ വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ്റെ പരിചാരികമാരിൽ ഒരാൾ വന്ന് അവൻ തീ കാഞ്ഞു കൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു, നീയും നസറായനായ യേശുവിൻ്റെ കൂടെയായിരുന്നല്ലോ. ഓരോ യഹൂദനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ 3 കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടാണ് അവൻ്റെ ജീവിതം ആരംഭിക്കുക. അത് ആദ്യത്തേത് അവനെ അടിമയല്ലാതെ സൃഷ്ടിച്ചതിന്, രണ്ടാമത്തേത് അവനെ മൃഗമല്ലാതെ സൃഷ്ടിച്ചതിന്, മൂന്നാമത് അവനെ സ്ത്രീയല്ലാതെ സൃഷ്ടിച്ചതിന്. ഈ 3 കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഒരു യഹൂദൻ അവൻ്റെ ജീവിതം ആരംഭിക്കുക. ആ പ്രാർത്ഥന തന്നെ കൃത്യമായിട്ട് യഹൂദ സമൂഹത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനം എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മാത്രമല്ല, അന്നത്തെ നിയമങ്ങളനുസരിച്ച് ഒരു സ്ത്രീ വന്ന് ഒരാൾ തെറ്റ് ചെയ്തു എന്നുള്ളതിന് സാക്ഷ്യം പറഞ്ഞാലും അത് വിലക്കെടുത്തിരുന്നില്ല. കാരണം സ്ത്രീകളുടെ സാക്ഷ്യത്തിന് മൂല്യമുണ്ടായിരുന്നില്ല നിയമത്തിൻ്റെ കണ്ണുകളിൽ അക്കാലങ്ങളിൽ. ഒരു പരിചാരികയായ സ്ത്രീ, ആരുമല്ലാത്തവൾ, സമൂഹത്തിൽ പ്രത്യേകിച്ച് വിലയൊന്നുമില്ലാത്തവൾ, എന്ത് സംഭവിച്ചാലും ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത ഒരു പാവം സ്ത്രീ, അവളാണ് തമ്പുരാൻ്റെ ഈ വലിയ തമ്പുരാനെ തള്ളിപ്പറയാനായിട്ട് പത്രോസിന് മുമ്പിലേക്ക് കാരണക്കാരിയായിട്ട് വരുന്ന സ്ത്രീ. ഈ സ്ത്രീ വന്നിട്ട് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം, നീ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്നുള്ളതാണ്. നീ നസ്രായൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? എനിക്ക് ഭാഷ മനസ്സിലാകുന്നില്ല, എനിക്ക് ഇനി പറയുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പത്രോസ് ആദ്യത്തെ അവൻ്റെ നിഷേധം ഏറ്റുപറയുകയാണ്. ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറയുകയാണ്. പത്രോസ് എപ്പോഴാണ് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞത്? പത്രോസ് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞത് അവൻ തീ കായാനായിട്ട് പോയപ്പോഴാണ്. തൻ്റെ ഗുരു അർദ്ധനഗ്നനായി ശരീരമാസകലം പാടുപീഡകളേറ്റ് ഒരു മതിലിനപ്പുറം
മരണത്തെ ധ്യാനിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് എന്ന് പത്രോസിനറിയാം. അവൻ ഭക്ഷണം കഴിച്ചിട്ട് മണിക്കൂറുകളായി എന്നറിയാം. ഈ രാത്രിയിലെ കഠിനമായ തണുപ്പെല്ലാം ഗുരു സഹിക്കുന്നുണ്ട് എന്നവനറിയാം. ആവശ്യത്തിന് വസ്ത്രമില്ല എന്നറിയാം. ആരും കൂടെയില്ല എന്നറിയാം. ഇത്രമാത്രം വേദനകളിലൂടെ കടന്നു പോകുന്ന ഗുരു മറുവശത്തുണ്ട് എന്നറിഞ്ഞിട്ടും ഒരു ചെറിയ തണുപ്പ് പോലും സഹിക്കാൻ സാധിക്കാതെ പത്രോസ് ചൂട് കായാനായിട്ട് വരുന്നു. അവൻ്റെ ഇഷ്ടം, അവൻ്റെ താല്പര്യം, അവൻ്റെ സ്വാർത്ഥത, അതിനു വേണ്ടിയിട്ട് അവൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റാനായിട്ട് വരികയാണ്. എപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരാകുന്നത്? നമ്മൾ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നത് ഇതുപോലെ ചൂടന്വേഷിച്ചു പോകുമ്പോഴാണ്. ചില തണുപ്പുകൾ, ചില ഇഷ്ടങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ചില സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ മറുവശത്ത് ദൈവം സങ്കടപ്പെടുന്നുണ്ട്, മറുവശത്ത് ദൈവം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, മറുവശത്ത് ക്രിസ്തു സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളതൊന്നും ഓർക്കാതെ എൻ്റെ ഇഷ്ടങ്ങൾ സാധൂകരിക്കാനായിട്ട്, എൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തിയാകുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിൻ്റെ ആദ്യത്തെ പടി ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ്. ആ സ്ത്രീ സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ലെന്നാണ് പത്രോസ് പറയുന്നത്. പക്ഷേ നമുക്ക് കൃത്യമായിട്ടറിയാം, പത്രോസിന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്താണ് പരിചാരക പറഞ്ഞതെന്ന്. നീ നസറായിൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ. നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നവരാണ്, ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുന്നവരാണ്, ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നവരാണ്, ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ കൂടെയുള്ളവരാണ്. മറ്റുള്ളവർ എന്നെ ക്രിസ്തുവുമായിട്ട് താതാത്മ്യപ്പെടുത്തുന്നത്, മറ്റുള്ളവർ എന്നിൽ ക്രിസ്തുവിനെ കാണുന്നത് എന്നെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. മറ്റുള്ളവർ എന്നിൽ ക്രിസ്തുവിനെ കാണുക തന്നെ വേണം. അത് മറ്റുള്ളവർ ഏറ്റുപറയുമ്പോൾ നീ ക്രിസ്തുവിൻ്റേതാണ്, നിൻ്റെ കൂടെ ക്രിസ്തുവുണ്ട്, നീ ക്രിസ്തുവിൻ്റെ കൂടെയാണ് എന്ന് പറയുമ്പോൾ ഞാനത് നിഷേധിക്കുക എന്നുള്ളത് എത്രയോ മോശമായ കാര്യമാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്ക്, സ്വാർത്ഥതയ്ക്ക്, സ്വപ്നങ്ങൾക്ക്, സ്ഥാനമാനങ്ങൾക്ക്, എൻ്റെ പോക്കറ്റ് നിറയ്ക്കാനൊക്കെയായിട്ട് ക്രിസ്തുവിനെ, മറുവശത്തുള്ള ക്രിസ്തുവിനെ ഞാൻ തള്ളിപ്പറയുമ്പോൾ ഞാൻ എന്നേക്കുമായി ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയിലേക്ക് കടന്നു. ഒരു പ്രാവശ്യം അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല പത്രോസ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് പകരം പിന്നെയും അവിടെ തന്നെ ഇരിക്കുകയാണ്. പത്രോസിന് വേണമെങ്കിൽ അപകടം മണത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാമായിരുന്നു. പത്രോസ് പോകുന്നില്ല. പത്രോസ് പിന്നെയും ചൂടുപിടിച്ച് അവിടെ ഇരിക്കുകയാണ്. അത് പിന്നെയും അല്പം കൂടി ഗൗരവമായ മറ്റൊരു നിഷേധത്തിലേക്ക് അവനെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. പിന്നെ അവൻ പുറത്ത് പടിവാതിൽക്കലേക്ക് പോയി. ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ ഇവൻ അവരിൽ ഒരുവനാണ് എന്ന് അടുത്ത് നിന്നവരോട് പറഞ്ഞു. നോക്കിയേ, നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെയുള്ളവരാണ് എന്ന് മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെയുള്ളവരാണ് എന്ന് മനസ്സിലാകാത്തത് നമുക്ക് തന്നെയാണ്. ചുറ്റുമുള്ളവർക്ക്, നമ്മളെ കാണുന്നവർക്ക്, നമ്മളെ നോക്കുന്നവർക്ക്, നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക്, നമ്മളോട് സംസാരിക്കുന്നവർക്കെല്ലാം ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷത്താണ് എന്ന് കൃത്യമായിട്ടറിയാം. അറിയാത്തത് എനിക്ക് മാത്രമാണ്. ഒരിക്കൽ കൂടി ആ പരിചാരക വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഇവൻ അവൻ്റെ കൂടെയുള്ളവനാണ്, നസ്രായൻ്റെ കൂടെ ഉള്ളവനാണ്. നിഷേധിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത വിധത്തിൽ കൃത്യമായിട്ട് അഫേം ചെയ്തുകൊണ്ട് ആ സ്ത്രീ സംസാരിക്കുകയാണ്. അപ്പോൾ പത്രോസ് എന്താണ് ചെയ്തതെന്ന് 70-ാമത്തെ വചനം പറയുന്നുണ്ട്. അവൻ വീണ്ടും അത് നിഷേധിച്ചു. ഞാൻ ക്രിസ്തുവിനെ അറിയുന്നില്ല എന്നാണ് പത്രോസ് പറഞ്ഞത്. കഴിഞ്ഞ 3 വർഷക്കാലം കൂടെ നടന്നവനാണ്. എല്ലാ പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾക്കും സാക്ഷ്യം വഹിച്ചവനാണ്. എല്ലാ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലും കർത്താവിൻ്റെ കൂടെയുണ്ടായിരുന്നവനാണ്. മറ്റു പലരേക്കാളും കൂടുതലായിട്ട് ക്രിസ്തുവിനെ അടുത്തനുഗമിച്ചവനാണ്. എല്ലാം കൊണ്ടും ഒന്നാം നിരയിൽ നിൽക്കാൻ പ്രാപ്തനാണ് പത്രോസ്. പക്ഷേ പത്രോസ് രണ്ടാമതും ക്രിസ്തുവിനെ നിഷേധിക്കുന്നു. ഞാൻ അവനെ അറിയുകയില്ല എന്ന് കൃത്യമായിട്ട് പത്രോസ് പറയുകയാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. ആരെല്ലാം നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറുകയില്ല എന്ന് പറഞ്ഞിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും, മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകളെ ആകുന്നുള്ളൂ. അപ്പോഴേക്കും ഞാൻ അവനെ
അറിയുകയില്ല എന്ന് പറയാൻ ഉതകുന്ന വിധത്തിൽ പത്രോസ് വെള്ളത്തിൽ താണുപോകുന്നവനായിട്ട് മാറി. അന്ന് കർത്താവ് അവനെ കൈക്ക് പിടിച്ച് വഞ്ചിയിലേക്ക് കയറ്റിയെങ്കിൽ ഇപ്പോൾ അവനെ തിരികെ വഞ്ചിയിലേക്ക് കയറ്റുവാൻ ആരുമില്ല. അവൻ ഏകനാണ്. അവൻ കർത്താവിനെ പിന്നെയും തള്ളിപ്പറയാനായിട്ട് ഒരു സാഹചര്യം കൂടി അവിടെ നിശ്ചയിക്കപ്പെടുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നവർ പത്രോസിനോട് പറഞ്ഞു, നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ്, നീയും ഗലീലിയക്കാരനാണല്ലോ. പരിചാരികയായ സ്ത്രീ പോയി മറ്റു പലരും രംഗത്തേക്ക് വരികയാണ്. ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് പത്രോസിന് മനസ്സിലാകുന്നുണ്ട്. ആ സ്ഥലം അപകടകരമായ ഒരിടമാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടതിന് പകരം ചൂടുപിടിച്ച് അവിടെ നിൽക്കുന്ന പത്രോസ് വലിയ ഒരു മണ്ടത്തരത്തിലേക്ക് അവനെ തന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പത്രോസിന് മനസ്സിലാകുന്നു. അവൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ പറയുകയാണ്. ഞാൻ അവനെ, നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. ഇതാണ് തിരുവചനം പറയുന്നത്. ഇതുവരെ അറിയില്ല, മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യത്തിൽ നിഷേധിച്ചു. മൂന്നാമത് നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നേയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക മാത്രമല്ല, അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. ക്രിസ്തുവിൻ്റെ വക്ഷത്തിൽ ഹൃദയം ചാരിവെച്ചുറങ്ങിയിരുന്നവനാണ് പത്രോസ്. സ്ലിഹന്മാരിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നത് പത്രോസാണ്. അതുകൊണ്ട് തന്നെ പത്രോസിന് എല്ലാ നന്മകളും കർത്താവ് വാഗ്ദാനം ചെയ്തിരുന്നു. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും എന്ന് പറയാൻ ഉതകുന്ന വിധത്തിൽ അത്രമാത്രം കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന പത്രോസ് ഇപ്പോൾ വലിയ വായിൽ നിലവിളിക്കുകയാണ്, ഞാൻ അവനെ അറിയുക പോലുമില്ല. എത്രമാത്രം മോശമായ, എത്രമാത്രം നിസാരമായ, എത്രമാത്രം പാപകരമായ അവസ്ഥയിലേക്ക് പത്രോസ് വീണു. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനായിട്ട് പത്രോസ് മാറി. അവൻ ക്രിസ്തുവിനെ അറിയുകയില്ല എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, അവൻ ആണയിടുന്നു, അവൻ ശപിക്കുന്നു. ഒരു തിന്മയുടെ ഏറ്റവും മറ്റേ അറ്റത്തേക്ക്, എക്സ്ട്രീമായ നിലയിലേക്ക് അവൻ പോവുകയാണ്. ക്രിസ്തുവിനെ അറിയുകയില്ല എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാപിച്ചെടുക്കേണ്ടത് അവൻ്റെ ആവശ്യമായിട്ട് മാറുകയാണ്. ഞാൻ ക്രിസ്തുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നവനല്ല, ക്രിസ്തുവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പിന്നെയും പിന്നെയും ആവർത്തിക്കുന്ന പത്രോസ് വീണുപോകുന്നത് അവൻ ചൂടിന് പിന്നാലെ പോകുമ്പോഴാണ്. ചില ചൂടുകൾ, ചില ഇഷ്ടങ്ങൾ, ചില സന്തോഷങ്ങൾക്ക് പിന്നാലെ മനുഷ്യൻ ഓടിപ്പോകുമ്പോൾ അവൻ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ടാണ് അതിൻ്റെ പിന്നാലെ ഓടിപ്പോവുക. ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവന്, ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കുന്നവന് ചിലതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് മറ്റു ചിലതിൻ്റെ പിന്നാലെ പോകുന്നവന് പത്രോസിനെ അനുഗമിക്കുന്നവനായിട്ട് മാറുകയാണ്. നമ്മളെല്ലാവരും ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് പരിശ്രമിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പത്രോസിനെ അനുഗമിക്കുന്നവരായിട്ട് മാറുന്നുണ്ട്. അതായത് ചില ഇഷ്ടങ്ങളും സ്ഥാനമാനങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നമ്മളെ മറുവശത്തുള്ള ക്രിസ്തുവിനെ മറന്നു കളഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെ നടക്കുവാൻ, അതിൻ്റെ പിന്നാലെ ഓടിച്ചെല്ലുവാൻ, അത് സ്വന്തമാക്കാൻ, സ്വായത്തമാക്കുവാനൊക്കെ ആയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ആ പരിശ്രമത്തിൽ ക്രിസ്തുവിനെ നമ്മൾ മറന്നു കളയുമ്പോൾ പത്രോസിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ അവനെ അറിയുക പോലുമില്ല എന്ന് ഏറ്റുപറയുന്നവരായിട്ട് നമ്മൾ മാറുന്നു. പത്രോസ് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രധാന സ്ഥാനമുണ്ടായിരുന്നവൻ. മറ്റാർക്കും പറയാൻ കഴിയാതിരുന്ന ഞാൻ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞവൻ എന്നുള്ള ആ വലിയ അവസ്ഥയിൽ നിന്ന് ഏറ്റവും നിസ്സാരമായ, തള്ളിപ്പറഞ്ഞ, മറ്റാരും ചെയ്യാതിരുന്നൊരു പാപം ചെയ്തവനായിട്ട് അവൻ മാറുകയാണ്. നമുക്ക് ഇനി എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ സാധ്യതകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പാപം ഒഴിവാക്കാനായിട്ട് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നത് ആ പാപത്തിലേക്ക് വീഴാനുള്ള അവസരങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും പാപം നമ്മുടെ മുൻപിലേക്ക് ഞാൻ പാപമാണ്, എന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് വരുന്നില്ല. മറിച്ച് ഓരോ പാപവും നമ്മുടെ മുൻപിലേക്ക് വരുന്നത് അത് ചെയ്യാനുള്ള, അതിലേക്ക് വീഴാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ്.
ഈ സാഹചര്യങ്ങൾ തിരിച്ചറിയാനും ഈ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പാപത്തെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും എല്ലാ നാളുകളിലും കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടന്നവനാണ് പത്രോസ്. പക്ഷേ പീഡാനുഭവത്തിൻ്റെ ആ ഭാഗം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം, സ്ലീഹന്മാരെല്ലാവരും ക്രിസ്തുവിൽ നിന്ന് ചിതറിത്തെറിച്ചു പോയി. അവർ വളരെ അകലെയായിട്ടാണ് ക്രിസ്തുവിനെ അനുഗമിക്കുക. അതുവരെ അടുത്തനുഗമിച്ചിരുന്നവർ ദൂരേക്ക് മാറി. എപ്പോഴാണോ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ ദൂരെയായിട്ട് നിൽക്കുക, കർത്താവിൻ്റെ ചൂടിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക, അപ്പോൾ നമ്മൾ പാപം ചെയ്യാൻ സാധ്യതയുള്ളവരായിട്ട് മാറുകയാണ്. പിന്നെയും ആ പരിചാരികയായ സ്ത്രീ വന്ന് അവൻ്റെ മുമ്പിൽ അങ്ങനെയൊരു ചോദ്യം ചോദിക്കുമ്പോൾ, നീ നസറായൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ പത്രോസിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ പത്രോസ് അപ്പോഴും തൻ്റെ കഴിവിൽ ആശ്രയിച്ച് നുണ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെയും സാധ്യതയുണ്ടായിരുന്നു രക്ഷപ്പെടാനായിട്ട്. അല്ലെങ്കിൽ അറിയുമെന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ തനിക്ക് ക്രിസ്തുവിൻ്റെ കൂടെയാണ് എന്ന് വെളിപ്പെടുത്തുമ്പോൾ ഉണ്ടാകാനിടയുള്ള ജാള്യത മറയ്ക്കുവാനായിട്ട് പത്രോസ് ശ്രമിക്കുന്നു. അവൻ സാവധാനത്തിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവനായിട്ട് മാറുന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ കർത്താവിന് കൊടുക്കാൻ സാധിക്കുന്നത് ഒന്നാം സ്ഥാനം മാത്രമാണ്. രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം എന്ന് പറഞ്ഞൊരു സ്ഥാനം കർത്താവിനില്ല. കർത്താവിന് ഒന്നാം സ്ഥാനം മാത്രമേ ഉള്ളൂ. ഈ ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ കർത്താവ് ഹൃദയത്തിലേ ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ മറ്റ് പലരെയും കടത്തി വയ്ക്കും, അല്ലെങ്കിൽ മറ്റു ചില വസ്തുക്കളെ നമ്മൾ കയറ്റി വയ്ക്കും, അല്ലെങ്കിൽ ചില സ്വപ്നങ്ങളെ, പണത്തെ, ധനസമ്പാദന മാർഗങ്ങളെ, ഇഷ്ടങ്ങളെ, നമ്മുടെ വലിയ പ്രതീക്ഷകളെയൊക്കെ നമ്മൾ ഒന്നാം സ്ഥാനത്ത് വെച്ച് അല്പം താഴെയായിട്ട് ഈശോയെ വയ്ക്കാറുണ്ട്. എന്നാൽ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഒന്നാം സ്ഥാനമല്ലാതെ മറ്റൊന്നുകൊണ്ടും കർത്താവ് തൃപ്തനാകുകയില്ല. ഒന്നാം സ്ഥാനത്തല്ലാതെ ക്രിസ്തുവിന് മറ്റൊരു സ്ഥാനമില്ല. പത്രോസിൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന ക്രിസ്തു അവിടെ നിന്ന് അല്പം മാറ്റം വരുത്തിയപ്പോൾ അവൻ്റെ ജീവിതത്തിലെ സ്ഥാനമില്ലാത്തവനായി. പത്രോസിനെ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ നമുക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കും, എൻ്റെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തു ഇറങ്ങിപ്പോയത് മറ്റു ചിലതിനെയെല്ലാം ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചപ്പോഴാണ്. ആ നിമിഷങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാം. എന്തിനെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ തിരിച്ചു വെച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഓർക്കാം. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കുറവുകൾ തിരിച്ചറിഞ്ഞ് പാപങ്ങൾ മനസ്സിലാക്കി ക്രിസ്തുവിനെ തിരികെ ഒന്നാം സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഓരോ ശ്വാസത്തിലും പ്രഘോഷിക്കാൻ സാധിക്കുന്ന ധൈര്യമുള്ള, ഊർജമുള്ള ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ മാറട്ടെ.